പട്ടായയുടെ പട്ടായയിലല്ല, തായ്ലൻഡിൻ്റെ ഏറ്റവും അട്രാക്ഷനുള്ള ഒരു സ്ഥലം, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഞാൻ വീഡിയോസിലൊക്കെ ഒരുപാട് കണ്ടു കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റോടെയും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയും പോകുന്ന ഒരു സ്ഥലമാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഇപ്പം നമ്മൾ ഈ ടൈഗർ ടോപ്പി അവിടെയൊക്കെ ആണെങ്കിലും ടൈഗേഴ്സ് മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു കൗതുകമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതൊന്ന് എൻജോയ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. തെലുങ്കിൽ എഴുതി വെച്ചിരിക്കുന്നതാ? അല്ല, കണ്ടിട്ട് തെലുങ്കുമായിട്ടൊരു സാദൃശ്യമില്ലേ? എനിക്കത് കണ്ടിട്ട് തെലുങ്ക് എഴുതി വെച്ച പോലെ തോന്നി. തായ് ആയിരിക്കും. സോ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇരിക്കാൻ പറഞ്ഞ എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതെല്ലാം നമ്മുടെ ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ആണേ. ഇവിടെ ഇരിക്കാം. ചമ്മണം കൂട്ടിയിരിക്കുക. അവൻ എന്താ പറഞ്ഞ എന്താ നേരത്തെ ഇങ്ങനെ ഒട്ടും ഒരു മിനിറ്റ്. നമ്മുടെ ഈ ഗൈഡ് പ്ലസ് ഡ്രൈവർ ആട്ടോ, ഗൈഡ് കം ഡ്രൈവറാണ്. പുള്ളിക്ക് ഒരു ശകലം പോലും ഇത്ര പോലും ഇംഗ്ലീഷ് അറിയത്തില്ല, ലാംഗ്വേജ് അറിയില്ല. അത് കുറച്ച് ഒറാങ്കൂട്ടായി. അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കേട്ടോ. ബാക്കിയെല്ലാം ഓക്കെ, പക്ഷെ പുള്ളി എന്ത് സംസാരിച്ചാലും ചിരിച്ചുകൊണ്ടല്ല സംസാരിക്കൂല. ഓക്കെയാണ്, പക്ഷെ ഈവൻ ഒരു ചെറിയൊരു വാക്കുകൂടെ അയാൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടല്ലേ? അറിഞ്ഞൂടാ, ഒരു കാര്യം അറിഞ്ഞൂടാ. അല്ല, പാവം അവർ ജീവിക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ വന്നാലും മലയാളികളായിരിക്കും ഡ്രൈവർ, എങ്കിലും ഇത്രയും ഇംഗ്ലീഷ് അറിഞ്ഞൂടാത്ത. അതെ, ടൂറിസ്റ്റ് ടാക്സി ഓടിക്കുന്നവർ കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിഞ്ഞിരിക്കണം. പക്ഷെ അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനേ ഭയങ്കര ബുദ്ധിമുട്ട്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ആക്ഷനൊക്കെ കാണിക്കുമ്പോഴാണ് കുറച്ചൊക്കെ പുള്ളിക്ക് മനസ്സിലാവുന്നത്. ഭയങ്കര കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ പുള്ളി പാവം കേട്ടോ, പാവം. വേദയ്ക്കും ചെറിയ ത്രോട്ട് പെയിൻ പറഞ്ഞു, അതുകൊണ്ട് തണുത്തതൊന്നും വാങ്ങിച്ചു കൊടുക്കാനും പറ്റില്ല. എന്നാട്ടോ നമ്മുടെ ഗൈഡ് കം ഡ്രൈവർ. എപ്പോഴും നോക്കിയാലും ചിരിച്ചുകൊണ്ടിരിക്കാം. We have a YouTube channel. Com. വാ. കോമെന്നാട്ടോ പേര്. ഇവിടെ എല്ലാം നമ്മളിങ്ങനെ ഒട്ടിക്കണം കേട്ടോ. ഒട്ടിച്ചോ വേദയാണ് സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്ന ആളെ. സത്യം പറഞ്ഞാൽ ഇനി അച്ഛനും അമ്മയും വേദയും കൂട്ടി വിട്ടാൽ മതി. ഭയങ്കര കെയറിങ്, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അച്ഛയാണ് ഭയങ്കര കെയറിങ് കേട്ടോ. ഞാൻ വാവ്, നൈസ്, സംതിങ് സ്പെഷ്യൽ, നൈസ്. എന്തോ ഇതിന്? ഇവിടുത്തെ തായ്. ഓക്കെ, ബോട്ടിന്റെ ടിക്കറ്റ് ഒന്ന് ഇങ്ങോട്ട് കളയല്ലേ. വാ. എക്സ്ക്യൂസ് മീ. വാ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു തായ്ലൻഡ് വന്ന ഫീലുണ്ടോ? ഇതുവരെ ഇല്ലല്ലേ? ചെറുതായിട്ട് ഇവിടെ കയറിയപ്പോൾ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട്, പക്ഷെ ആ ഒരു ഫീലില്ല. എനിക്ക് തോന്നുന്നു നമ്മളെ കുറച്ച് ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിലാണെങ്കിലും നമ്മുടെ നെയ്യാർ ഡാം ഉള്ളത് കുറച്ച് ഉള്ളിലോട്ടല്ലേ. അപ്പം അതുപോലുള്ളൊരു സെറ്റപ്പിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു, അറിയില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ കൊള്ളാം, നൈസ്. പൊന്നു, ഞാനൊരു ബോബാറ്റി വാങ്ങിക്കാന്ന് കരുതിയതാണ്. ചെവിക്കകത്ത് ഒന്നാണ്. എവിടെ കൂടെ കയറി നമ്മൾ പോണത്? സൂനിയർ അല്ല, അച്ചിരിയല്ലേ കൂപ്പഴിക്കണ.
നമ്മൾ എവിടെ കൂടെ കയറി പോണേ എന്തോ. ഇത് സെറ്റ് ഇട്ടേക്കണായിരിക്കും അല്ലേ ഏട്ടാ? സെറ്റാണെന്ന് തോന്നുന്നു. അല്ലാതെ ഒരു സ്റ്റിക്കി റൈസ് പ്ലാസ്റ്റിക് തിരിച്ചു വരുമ്പം സ്റ്റിക്കി റൈസ് വിത്ത് മാംഗോ ബോബാറ്റി. തണുപ്പല്ലേ പൊന്നു? നോക്ക് ഗണ്ണ് കൊള്ളാം കേട്ടാ. $150 ബാത്തൊക്കെ ഉള്ളു കേട്ടാ. പക്ഷെ അത് നല്ല പവർ ഉണ്ടെന്ന് വേണ്ട നോക്ക്. വേണ്ട വാ. അവരുടെ റിയാക്ഷൻ കണ്ടോ? സാധനം വേണ്ടത് എനിക്ക് വേന്ന്. ആണ്ട് ഇവിടെയാണ് തോന്നുന്നത്. വേണ്ട ഓ ഏട്ടാ നമുക്കൊരു ബോട്ട് തരാൻ പറ. നമ്മൾ വേറെ അറിയാം. അതുകൊണ്ട് അവര് ഒറ്റയ്ക്ക് പോകണത്. ഇതിലാണ്ട് ഇതിൽ കയറാം. ഇതിൽ കയറ് ഏട്ടാ കയറ്. അത് നമ്മൾ കയറട്ടാ. ഏട്ടാ കയറിയിട്ട് ഞാൻ കയറായിരുന്നു. അല്ല വീഡിയോ എടുക്കണം. കയറ്. ഓഹാ എന്നെ കൂടെ തള്ളിയിടരുത്. ഓക്കെ ഓ വച്ച കുഴപ്പമില്ല. അവരങ്ങ് ഫ്രണ്ടിൽ പോയി. ഓ സൗണ്ടുള്ള ഇതാണേട്ടാ. ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഇവർ ചെയ്തേക്കണെന്ന് തോന്നുന്നു. ക്രൊക്കഡൈൽ ഇല്ലാന്ന്. ഇത് നാച്ചുറലാ ആർട്ടിഫിഷ്യലാ? ഇംഗ്ലീഷ് ഹിന്ദി ഒറിജിനൽ വാട്ടർ. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഒറിജിനൽ ആണോ ആർട്ടിഫിഷ്യൽ ആയിട്ട് അവർ ചെയ്തേക്കണാണോ എന്നാണ്. പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് തായ് ഭാഷ അറിയില്ല, മലയാളവും പുള്ളിക്ക് അറിയില്ല. ഇതെന്താ ഇത്ര സ്പീഡേ ഉള്ള? ഫോട്ടോ എടുക്കണം കേട്ടാ. നമ്മുടെ വേഷമാണ് ആകെ നമ്മളെ എല്ലാവരെയും ഒരു ഫോട്ടോയ്ക്കോ ഒന്നിനും. ഇനി വെള്ളത്തിൽ കൈയിടാനാണ് ക്രൊക്കഡൈൽ ഉണ്ടാന്ന് ചോദിച്ചേട്ടാ. ഇല്ലാന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ട്രിപ്പ് മുതൽ നമ്മൾ പ്ലാൻ ചെയ്തു. നമ്മളിപ്പോൾ മോർണിംഗ് ഫ്ലൈറ്റ് എടുത്തിട്ട് ഈവനിങ് എങ്ങാനും വന്നിട്ട് റൂം എടുത്ത ശേഷം നെക്സ്റ്റ് ഡേ മുതലേ ട്രിപ്പുള്ള കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് കടുത്ത് പോയി. വേറെ ഒന്നുമില്ല, നമ്മൾ ഈ വേഷമൊക്കെ ഇട്ട് മുഷിങ്ങ് ഒരു പരുവായിപ്പോയി. ഫോട്ടോ എടുക്കണമായിരുന്നു. അതവിടെ വന്ന് ഫോട്ടോ എടുക്കാമായിരുന്നു. ആണ്ട് ഇതിനകത്തൂടെ പോണിട്ട് ഇതിനകത്തൂടെ ചായ നോർത്ത് ഇന്ത്യൻ ആയിരിക്കും കട. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് അവർ നിർത്തി തരുമായിരിക്കും അല്ലേ ഷോപ്പ് ചെയ്യാൻ. ആണ്ട് മസാജിങ് സെന്റർ ആണ് കേട്ടോ. അത് മസാജിങ് സെന്റർ ആണ്. മസാജിങ് ഒക്കെ നാളെ ചെയ്യാം. ഡ്രസ്സ് നോക്ക്, ഇതൊക്കെ എത്ര രൂപയുണ്ടോ? 500 കൊടുക്കാൻ കൊള്ളായിരുന്നു. ഇതുപോലെ ആ ഷർട്ടൊക്കെയാണ് നല്ല രസം കേട്ടോ. ഇവിടെയൊക്കെ ഇട്ടോണ്ട് നടക്കും.
ഇത് ഈ മരം നമ്മളവിടെ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ. ബാഗ് വാങ്ങിക്കണ വില കൂടുതൽ തന്നെ. എന്തുകൊണ്ട് 120 ബാത്ത് അങ്ങനത്തെ ബാഗാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? നിർത്താൻ പറയട്ടാ. ആ നിർത്തൂലെന്ന് വേറെ എവിടെയെങ്കിലും ഓ എവിടെയെങ്കിലും നിർത്തം. അവിടെ നിന്ന് നടന്ന് വന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നു. മൊത്തത്തിലേ നടന്ന് കാണാൻ പറ്റും. അങ്ങനെയാണ് ഇവിടുത്തെ ഫുഡ്. പണി തരുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം അത്ര ഹൈജീനായിട്ട് എനിക്കും തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് കത്തിയാണ്. കുഴപ്പമില്ല എന്ന് കേട്ടോളൂ. കുഴപ്പമില്ല എന്നുള്ളൊരിത്. ചീമയ്ക്ക് ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിക്കാം. നല്ല ഡ്രസ്സൊക്കെ കിടക്കണം കേട്ടാ. അവിടെ നിന്ന് വാങ്ങിച്ച് വാരി കെട്ടിക്കൊണ്ട് വരണ്ടേയിരുന്നു. ചുരിദാറുകളൊക്കെ ഉണ്ടാകും. കപ്പലിന്റെ ഇറക്കണം കേട്ടാ. അച്ചിരിക്കണം നോക്ക്. മതി കേട്ടാ. ആ ശരി, ചാർജ് കളയണ്ടെന്ന് എഴുതി പറഞ്ഞത്. ഇത്രേ ഉള്ളൂ. ആർക്കിതുകൊണ്ട് ആർക്കാ ടാറ്റ കൊടുക്കുന്നതുകൊണ്ടാ ഫോട്ടോ എടുക്കണം അവര് നമ്മളെ. നല്ല സ്റ്റൈലായിട്ടിടി. ഓ ശരിയാണ്, ചിലപ്പോ അതിനായിരുന്നു. പൈസ കൊടുത്ത് വാങ്ങിക്കാനായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇറങ്ങി ഷോപ്പിംഗ് ഒക്കെ ചെയ്യും. നല്ല ഡ്രസ്സൊക്കെ ഉണ്ട്. ഖേദിക്കുന്നു, ഇവിടെ നിന്ന് വാങ്ങിയാൽ മതിയായിരുന്നു. ഇനി വാങ്ങിച്ചാൽ തിരിച്ച് കൊണ്ടുപോകാനും പറ്റൂല. കറക്റ്റ് 7-8 കിലോ അടുപ്പിച്ചുണ്ട്. ഇനി വാങ്ങിച്ചാൽ എവിടെ കൊണ്ടുപോകും? നമ്മൾ എങ്ങനെ വെച്ചോണ്ട് പോകും? ഇഷ്ടപ്പെട്ടു. നല്ല ഫ്രോക്കൊക്കെ കിടക്കണം. അവക്കിടാല്ലോ, കൊച്ചിനിടാല്ലോ. ഏട്ടാ വയസ്സാകുമ്പോഴാണ് നമുക്ക് നമ്മളെ കുട്ടിത്തം വെളിയിൽ വരണത്. അപ്പൊ ഫ്രോക്ക് ഇടാനും നിക്കർ ഉടുപ്പിടാനൊക്കെ തോന്നും. പക്ഷെ അവര് കുറച്ചുകൂടെ സെറ്റപ്പ് ആക്കാളായിരുന്നു. എന്താ അച്ചി ഫോട്ടോ ഡോണ്ട് ടേക്ക് എന്നാ നമ്മളെ ഫോട്ടോ എടുത്തിട്ട് ഡോണ്ട് ടേക്കാ അവ ഫോട്ടോസ്. ഇവിടെ ഒരു വിക്സിന്റെ സാധനം കിട്ടുമെന്ന്, ഭയങ്കര ഫേമസ് ആണെന്ന്. നല്ല വിക്സിന്റെ മണമൊക്കെ വരണത്. എന്തിന്? നോക്കട്ടെ, അങ്ങോട്ട് പോട്ട്. 100 baht. 200 no. അങ്ങോട്ട് പോയിട്ട് നോക്കാം. Welcome Mister. Hello, welcome na namaste. Welcome na. എന്റെ ഒരു കൈ കയറൂല. കുറച്ചുകൂടെ അങ്ങോട്ട് പോട്ടെ. ഇവിടെ നമ്മൾ വന്ന് കയറിയിട്ട് ഭയങ്കര വിലയായിരിക്കും. അങ്ങോട്ട് ചിലപ്പം അല്ല, നല്ല രാവിയ കിട്ടും. രാവിയ നല്ല വില രാവണം. നല്ല വില വേശിയാൽ കിട്ടും. How much for this? 250 baht. 250. 150. ഒരു ഓളൊന്നുമില്ല. 150 ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മളാ 250 രൂപ. അപ്പുറത്ത് ചെന്നിട്ട് 100 പറഞ്ഞു നോക്കാം. വാ അപ്പുറത്ത് 150. Hackathon food quality. 150. 150 no haircut. How much for this? For one set 550. Both? Both 1000. 1000.
I can take out for you 800 baht. തായ്ലൻഡ് സുവിനിയർ. ചീമയ്ക്ക് എപ്പോഴും എവിടെ പോയാലും സുവിനിയർ വാങ്ങിച്ചോണ്ടെല്ലാം പറയും. ഇവിടുത്തെ ആളാണ് അയാള്. ഹൗ മച്ച്? 80. 80 each. 80. 2 for 50? 2 for 50? 50? 2? No? 80. How much? 350 baht. 150. മോന്താ പോണോ? 200 പറയട്ടാ? 200 പറയട്ടാ? പക്ഷെ അത് കണ്ണാടി പോലെ ലൈനിങ് ഇല്ലേ? 300. നോക്ക് ഇറങ്ങി നോക്കാം, ഇല്ലെങ്കിൽ അത് തന്നെ വാങ്ങിക്കാം. 400 പറയണത്. ഹൗ മച്ച് ഫോർ ദിസ്? 450. 300. This both how much? Normally 1000 baht. Discount for you. 600. Why? 2. Not sale. Then how much? I discount for you 800 too. No, 600. Give it for 600. We are from India. Cannot do. YouTube channel. I discount more 750. അവർ 800 പറയണം രണ്ടും കൂടെ. 750 for 2 വലിയ അളവ് 750. 700. Fine, 700. Size? Yep. You want size? For men you want size? Lady you free size huh? ഫ്രീ സൈസാ? Yes. നിനക്ക് ഇതാണെങ്കിലാ? നോക്ക് ഇങ്ങോട്ട് വാ. Same. 1 second. This one same price? Yeah, same. ഇതാണെങ്കിലാ? അല്ല ഇതാണെങ്കിലോ ഒന്ന് കൊള്ളാമോ? കഫ്താൻ ടൈപ്പ് ഇതെടുക്കാം. ഇത് XL. I not have different size. Have one size. ഇത് ഫ്രീ For സൈസ് men, I ആണെന്ന്. have what size you want for men? Men XL. No pants? Inside. Inside. Shorts. Yeah, inside. ആരണോ എങ്ങനെ? This one have money. You like me? 1, 2, 3. Same picture. Same price. This one not same price. ഓക്കെ സെയിം പ്രൈസ് ആണ്. Expensive. ദിസ് വൺ അവിടെ കെട്ടി വെക്കാൻ പറ്റും, കെട്ടി വെക്കാനും പറ്റും. അത് കൊള്ളാം. ദിസ് വൺ ഫ്രീ സൈസ്? One side. My shop have only free size for lady. ക്വാളിറ്റി ഉള്ളി 1 സൈസ്. Yes. ഇത് ഓക്കെ ആവുമെന്ന് തോന്നുന്നു, കാരണം ഇവിടെ കെട്ടുമുണ്ട്, വേണമെങ്കിൽ ഇറുക്കുകയും ചെയ്യാം. ഇല്ല ട്രയൽ ഇല്ലെന്ന്. Give me. Try. നോ അല്ല അത് ഇട്ടാലും അറിയാൻ പറ്റൂല. ഇത് ഓക്കെയാണ്. ദിസ് വൺ ആൻഡ് ദാറ്റ് ഷർട്ട്. ഏത് ഇതും ചീമക്കെടുത്തത് ഇവിടെ. ആൻഡ് ദിസ് ട്വിന്നിങ്. അവർ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകുമ്പം രണ്ടുപേർക്കും കൂടെ ഇടാനായിട്ട്. ഓക്കെ അല്ലേ? 700 ഞാൻ 700 ബാത്ത്. നമ്മുടെ നാട്ടിലൊരു 1400 വരും തോന്നുന്നു. ബോബാറ്റി കുടിക്കണ ഇവിടെ മഴ പൊടിയണ ഏട്ടാ. ഡ്യൂറിയൻ ആണ്ട് സ്മെല്ല് വന്നിറങ്ങി ഇവിടെ. മങ്കോസ്റ്റീൻ, ബോബാറ്റി, സ്റ്റിക്കി മാംഗോ റൈസ്. അത് നമുക്ക് വേറെ സ്ഥലത്തുനിന്ന് കഴിക്കാം. അതാണ്ട് ഇരിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ. ഇവിടെ നിന്ന് പക്ഷെ എന്താണ് ഇവിടെ കൊള്ളാമോ എന്ന് ചോദിക്കാം. എക്സ്ക്യൂസ് മീ, നമുക്ക് പറ്റേ ബോബാറ്റി കരിക്ക് നോക്ക്, ബോട്ടിലാക്കി. പ്ലാസ്റ്റിക് ആയിരിക്കും, പ്ലാസ്റ്റിക്. ഇവിടെ എന്ത് ഭയങ്കര തിരക്ക്. തായ് ഐസ്ഡ് ടീ. ആഹാ ഇതൊക്കെ അതല്ല, അതൊക്കെ സ്ക്വിഡ് എന്താണ് ആണ്ടാ. ലൈവായിട്ട് ഫ്രൈ ചെയ്യണം കേട്ടാ. നമുക്ക് ഇവിടെ ഫുഡ് സ്ട്രീറ്റിൽ പോയിട്ട് വാങ്ങിച്ച് കഴിക്കാം. കോടയില് അതന്നെ പപ്പിൾ റൈസ് ഉണ്ടാ. പപ്പിൾ റൈസ്
അത് ഇത് മറ്റേ ശംഖുപുഷ്പത്തിന്റെ പൂ വെച്ചുണ്ടാക്കണതുകൊണ്ടാണ് ഇത് പർപ്പിൾ കളറിലിരിക്കുന്നത്. എന്തോന്നത്? വാട്ട് സീഡ്? ബദാം. നോ ബദാം നോ. ഹൗ മച്ച്? മറ്റേ അയണിക്കൊരു വെറുത്ത ടേസ്റ്റ്. അയ്യോ അവിടെ കിട്ടൂല ചക്ക. ഒരു മാതിരി ഗൂസ് ബംസ് പറഞ്ഞു. പുഴു. സോറി ആർക്ക് വേണമെന്ന്? ഈ സാധനം കൊള്ളാന്ന് പറയുന്നു. അതെ തേർഡല്ലല്ല തേർഡ്. നോക്ക് ഗൂസ് ബംസ്. അത് വന്നില്ല, പൊങ്ങിയില്ല. പോർക്കും ചിക്കനും ആണ്ട് ഒരു വെറൈറ്റി സാധനം. തായി ക്രിസ്പി പാൻ കേക്ക്സ്. ഞാൻ ഇവിടെ നിന്നൊന്നും നമ്മൾ വാങ്ങുന്നില്ല കേട്ടോ. നമ്മൾ പറഞ്ഞോന്നും അറിയില്ല. ഞാൻ സച്ചിൻ്റെയും ചീമയുടെയും ഡ്രസ്സിന് രണ്ടും കൂടി 700 രൂപ ആയുള്ളൂ കേട്ടോ. മീൻസ് തായി ബാത്ത് 700. അപ്പോൾ ഇന്ത്യൻ റുപ്പി നോക്കട്ടെ. അവിടെ സ്റ്റെപ്പുണ്ട്. നിനക്ക് ആവശ്യമുള്ള വാങ്ങി ഞാൻ വാങ്ങിച്ചു തരാം. ഉണ്ട്, നെറ്റില്ലാത്തോണ്ട് അറിഞ്ഞൂടാ ഇന്ത്യൻ മണി എത്ര ആയെന്നുള്ളത്. പൊന്നു വാങ്ങിച്ചാ? ഇതെന്തോന്ന്? ചീട്ടൊന്നും വേണ്ട. വേദാ ഞാൻ അടി തരും കേട്ടാ. ഇവിടെ വാങ്ങിച്ചോണ്ടിരിക്കുന്ന എവിടെ പോണത്? പണങ്ങി പോണതാ. ഈ ചെരുപ്പുള്ള ഈ ചെരുപ്പ് എന്തോ ബ്രാൻഡാണെന്ന്. എക്സ്ക്യൂസ് മീ, ഹലോ. This one 139. How much? 139. 139. Yeah. Last price? Our final 120. 80. 80 no ha. This one handmade. We will take 2 more. Buy 1 buy 2 final for 120 ha madam. Buy 2 for? Buy 2 240. 240 no 200. 200. This one handmade. Eh? 200. Buy 2 for 200. Final mod IL 1 or 200. 240 രണ്ടെണ്ണം. എനിക്ക് ഇതൊരെണ്ണം വാങ്ങണം. പൊന്നു വേണമെങ്കിൽ വാങ്ങിക്കാം. എക്സ്ക്യൂസ് മീ, നോട്ട് ഫോർ ദിസ് വൺ. പൊന്നുങ്ങി വാ. ഇത് നോക്ക്. എന്തോന്ന് പൊന്നു? How much for this? 180 baht. 80 baht. 180 baht. Last price. Last price. No bargaining? അത് ത്രെഡ് വർക്കിൽ ചെയ്തേക്കുന്നതാണ്, അതുകൊണ്ടാണ്. How much? 150 baht. ഭയങ്കര പൈസ ഇവിടെ. 150 ബാത്ത് ഒന്നും നടക്കാൻ പോലും അതും ഇല്ല. ഇതുവഴി പോവേട്ടാ. ഇത് ഫുഡിൻ്റെ ആണെന്ന് തോന്നുന്നു. ചെറിയ ക്രാബ് ഇവിടെ തോട്ടയിൽ നിന്ന് പിടിച്ചിരിക്കും. നല്ല മണമുണ്ട് കേട്ടാ. ഒപ്പ നമ്മളിന്നത് ഇന്ന് പറ്റൂല. ഇവിടെ നിന്ന് പോണതിന് മുന്നേ ഇത് കഴിക്കും. അമ്മയും കൊണ്ട് വരാൻ കൊള്ളൂല. അമ്മ കട അങ്ങേറ്റം പറക്കിയെടുക്കുകയാണ്. ഇങ്ങനത്തെ ബാഗ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഏതാണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനുണ്ട്. പക്ഷെ നല്ല ബാഗുകൾ കേട്ടോ, എനിക്കിഷ്ടമായി. നിങ്ങൾ സ്മൈലി തൂക്കാറാവണേ ഉള്ള. How much for that one? Any 590 madam. ഇത് 200.
അതെടുക്കണം തന്നെ. അതാണെങ്കിൽ ഒരു 300 350 പറയും. ഇത് 250 തരാന്ന് പറഞ്ഞു. ഇഷ്ടമുള്ള സാധനം തന്നെ, പൈസ തീർന്നിട്ടാണ് അത് കിട്ടുന്നത്. ഏത് പൈസ? ആ ഒന്ന് 550 പറഞ്ഞത്. നമ്മൾ അത് വില കുറച്ചുകൊണ്ടിരിക്കുള്ളൂ. ദിസ് വൺ 500. Last 400. 3. വേണ്ട കൊടുത്തിട്ട് വാ, ബാഗ് അവിടെ പോയി വാങ്ങിക്കോളൂ. നിങ്ങൾക്ക് അത് 250 കാണും വാങ്ങിയത്. ഇതെടുക്കാൻ അത് കൊള്ളൂല. 300. 300. No money. No, 300. 300. 300. സ്ഥിര പൈസ തീരുമെന്ന്. അതെടുത്തില്ല. തൂക്കി വെക്ക് കൊള്ളാൻ വന്നു. എങ്കിൽ തന്നെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. മാംഗോ റൊട്ടി. ഫ്രൂട്ട്സ് വാങ്ങിച്ചു റൂമിൽ പോയി തിന്നാറ്. എന്താ ശാമ്പ്രാണിത്തിരി നോക്ക്, വീട്ടിൽ കത്തിക്കണ ശാമ്പ്രാണിത്തിരി. അവിടെ കള്ളിക്കടത്തേക്ക് ഇങ്ങനെ വാങ്ങിക്കണ ശാമ്പ്രാണിത്തിരി. അത് നമ്മൾ തായ്ലൻഡിൽ പോണ എല്ലാം കൂടെ സത്യം പറയണ കൊണ്ട് പോകാൻ പറ്റൂല. ചൈനീസാ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നു. ഇവിടെ ഒന്നും നമുക്ക് വെളിയിൽ ഇറങ്ങി നല്ല ഫുഡ് കിട്ടും. അവിടെ നിന്ന് കഴിക്കാം. സോഡ നാരങ്ങ വെള്ളം, കോട, മിൽക്ക് മെയ്ഡൊക്കെ എടുത്തിട്ടൊഴിക്കുന്നു. നമ്മൾ എത്തിയെന്ന് തോന്നണം കേട്ടോ ഫ്രണ്ട്. ഏത്തങ്ക. ഈ സാധനം തായ്ലൻഡിൽ ഭയങ്കര ഫേമസ് ആണ്. 150 രൂപ. 4 എണ്ണം വാങ്ങിക്കുമ്പോൾ 2 എണ്ണം ഫ്രീ. 150 ബാത്ത്. 1 പീസ് 150. 1 പീസ് 150. ഒരു പീസ് 150. 1 പീസ് 150. കാരണം ഇവിടുത്തെ ഫേമസ് സാധനം ആയതുകൊണ്ടാണ്. ഒരെണ്ണം 150 രൂപയെന്ന്. ടൈഗർ ഫാം. നമ്മൾ അങ്ങും എത്തണില്ലല്ലോ. അടേ വന്ന സ്ഥലമായ ഇങ്ങനെ വരാം. അവിടെ ചോദിച്ചു നോക്കാറുന്നല്ല. ഒരു നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. വേഷം വെറും വൃത്തികെട്ട വേഷം. ടോയ്ലറ്റ് പോണെങ്കിൽ പോയിട്ടോ. നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റെല്ലാം കണ്ടു കഴിഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ യാത്രാക്ഷീണവും വേഷം ഒരു നല്ല ഫോട്ടോ പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊരു മസ്റ്റ് ട്രൈ പ്ലേസ് ആയിട്ട് ഞാൻ പറയും കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനൊരു എക്സ്പീരിയൻസ്, ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇതൊരു മസ്റ്റ് ട്രൈ സ്പോട്ടായിട്ട് പറയും. അപ്പോൾ ഇനി അടുത്ത് നമ്മളിനി എങ്ങോട്ടേക്കാണെന്നൊരു ഐഡിയ ഇല്ല. ജെയിംസ് ഗാലറി പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ടേക്കാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങോട്ടേക്കാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ റൂമിൽ 12 മണി ആയിട്ടേ ഉള്ളൂ. വേദ ആകെ പിണങ്ങി നടക്കണം. നമുക്ക് ബോബാറ്റി വാങ്ങിക്കൊടുത്തില്ല, അവളുടെ ഫ്രണ്ട്സിനൊന്നും വാങ്ങിക്കൊടുത്തില്ല. ആക്ച്വലി നമുക്ക് 7 kgs കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതെല്ലാം കൂടെ വാങ്ങിയാൽ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ബാഗിൽ 8 kgs ഉണ്ട്. എല്ലാം കൂടെ എങ്ങനെ കൊണ്ടുപോകും? അതുകൊണ്ട് വേദയോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനി വേദയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്ത ശേഷം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. എന്ത് രസമുള്ള സ്ഥലമാണ്. പക്ഷെ നമുക്ക് ഒന്ന് ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമം. നമ്മളിവിടെ തന്നെ വന്നിറങ്ങിയത്. ഇവിടെ എവിടെയാണ് ഞാൻ ബോബാറ്റി കണ്ടത്. വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ഒന്ന് ഭൂകമ്പം നടക്കും.
24 മണിക്കൂർ സിഗരറ്റ് അവൻ്റെ വായിലുണ്ടാവും. നമ്മുടെ ഗൈഡ് കം ഡ്രൈവർ ഇരിക്കുന്ന നോക്ക്, നമ്മളെ ബംഗാളികളൊക്കെ ഇരിക്കും പോലെ. കോം ലെറ്റ്സ് ഗോ. പറഞ്ഞിട്ട് കാര്യമില്ല, അവനറിയില്ല. ഇങ്ങനെയല്ലേ? ആ ഓക്കെ ഓക്കെ. ഇവിടെ ചപ്പായി കാറെടുത്തിട്ട് വരാമെന്ന്. വൈഫൈ ഇനി റൂമിൽ പോയാലേ കിട്ടും. നമ്മൾ സിം കാർഡൊന്നും എടുക്കില്ല കേട്ടോ, വേസ്റ്റ് ആണ്. കാരണം ഇവിടെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്ക് അവിടെ ആവശ്യമില്ല. നമ്മൾ എവിടെയാണോ പാർക്കിങ്ങിന് ഇറങ്ങുന്നത് അവിടെ തന്നെ തിരിച്ച് വന്നാൽ മാത്രം മതി. ഹോട്ടലിൽ ചെന്നാലേ വൈഫൈ ഉണ്ടാവും. പിന്നെ 700 രൂപ എന്താണ് നമ്മളൊരു പുതിയ സിം കാർഡ് എടുക്കണത്, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് സിം കാർഡ് എടുക്കില്ല. ഇനി റൂമിൽ പോയാലേ വൈഫൈ കിട്ടത്തുള്ളൂ. പിന്നെ അത്യാവശ്യം റെസ്റ്റോറൻറ്റ്സിലൊക്കെ കയറിയാൽ അവരോട് വൈഫൈ ചോദിച്ചാൽ, നമ്മുടെ നാട് പോലെയല്ല കേട്ടോ, അവർ തരും. ചില സ്ഥലങ്ങളിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. മലേഷ്യ അതന്നെ, മലേഷ്യ പോയപ്പോഴും അങ്ങനെയായിരുന്നു. റെസ്റ്റോറൻറ്റിലൊക്കെ ഇങ്ങനെ വൈഫൈ പാസ്വേഡൊക്കെ എഴുതി വെച്ചത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് കുറച്ച് വൈഫൈ തരുമോ എന്ന് ചോദിച്ചാൽ ഇല്ലന്നേ അവർ പറയത്തുള്ളൂ. പക്ഷെ ഇവിടെ ആ കാര്യത്തിൽ ഓക്കെ ആണ്. അതുകൊണ്ട് നമ്മൾ സിം കാർഡൊന്നും എടുത്തിട്ടില്ല. ഇനി റൂമിൽ പോയാലേ ഇത് തുറന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നമ്മുടെ കാറ് കണ്ടില്ലല്ലോ, ഇതാണ്. നമ്മൾ 5 പേരുള്ളത് കൊണ്ട് നമ്മുടെ കാറ്. അവനല്ലത്. ഇവിടെയുള്ള എല്ലാ വണ്ടികളും ഈ ഒരു മോഡലാണ്. കാരണം നമ്മളിപ്പോൾ 5 പേരുള്ളതുകൊണ്ട് നമുക്ക് ഇത്രയും വലിയൊരു കാറാണ് തന്നിട്ടുള്ളത്. മലേഷ്യയിൽ പോയപ്പോൾ ചെറിയ കാറായിരുന്നു. നമ്മൾ 3 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. 5 പേരാണ്. ഭയങ്കര ലക്ഷറീസ് കാർ കേട്ടോ. എന്ത് കംഫർട്ടബിൾ സീറ്റിംഗ് ആണെന്ന് അറിയോ. ഞാൻ ഇങ്ങനെ ആരോട് പറയുന്നത് നമുക്ക് ഒരെണ്ണം ഇതുപോലൊരു കാരവൻ പോലെ ചെയ്യാമെന്ന്. കസ്റ്റമൈസ് ചെയ്തതാണെന്ന് തോന്നുന്നു. അച്ഛ കയറണ. അടുത്ത വിശേഷം പുറകെ വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ ബൈ.